സഞ്ജു സാംസന്റെ വീട്ടിലേക്ക് എം എ ബേബി എത്തിയിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് തത്സമയം നമ്മൾ കാണുന്നത്. യെസ്, അത്രമേൽ സന്തോഷവും ആവേശവും ഒക്കെ നമുക്ക് ഈ ഘട്ടത്തിൽ തോന്നുകയാണ്. ഒരു സന്തോഷം, അതിനോടൊപ്പം തന്നെ വൈകാരിക നിമിഷം കൂടിയാണിത്. ഒരു ഘട്ടത്തിൽ നമ്മൾ പലതവണ സഞ്ജുവിനെ പല സമയത്ത് ഈ ന്യൂസിലാൻഡിനെതിരായ T20 പരമ്പരയിൽ സഞ്ജു സാംസൺ തുടർച്ചയായി പരാജയപ്പെട്ടു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. തിരുവനന്തപുരത്തിന്റെ അതേ മണ്ണിൽ കാര്യമായി ഒന്നും ചെയ്യാനാകാതെ സഞ്ജു മടങ്ങിപ്പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഒരുപക്ഷെ T20 ലോകകപ്പിൽ അദ്ദേഹം പൂർണ്ണമായും കഴിഞ്ഞ തവണത്തേതുപോലെ പൂർണ്ണമായും ബെഞ്ചിലിരിക്കേണ്ടി വരുമോ എന്ന ചോദ്യങ്ങൾ കൂടി ഉയർന്നു വരികയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ US-നെതിരായ ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ ടീം സഞ്ജുവിന് അവസരം നൽകിയില്ല. പക്ഷെ നമീബിയക്കെതിരെ സഞ്ജുവിന് അവസരം നൽകുന്നു. പക്ഷേ ആ ഘട്ടത്തിലും ഒരു മികച്ചൊരു പെർഫോമൻസ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് സഞ്ജു എപ്പോഴും കളിക്കുന്നത് സമ്മർദ്ദത്തിലാണ്. ഒപ്പം അദ്ദേഹത്തിന്റെ ബാറ്റ് ചെയ്യുമ്പോഴുള്ള അദ്ദേഹത്തിന്റെ ഫുട് വർക്കിൽ ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് സഞ്ജുവിന് കളിക്കാൻ പറ്റാത്തത് എന്ന രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ പല കോണുകളിൽ നിന്നും നമ്മൾ കണ്ടിരുന്നു. പക്ഷെ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഒരു തിരിച്ചുവരവ്, ഒരു ഗംഭീര തിരിച്ചുവരവ്, അത് ഇന്ന് ഇന്ത്യയെ എത്തിച്ചിരിക്കുന്നത് ലോകത്തിന്റെ നെറുകയിലാണ്. വിശ്വകിരീടത്തിൽ ഒരിക്കൽ കൂടി ടീം ഇന്ത്യ മുത്തമിടുകയാണ്. T20 ലോകകപ്പ് ചരിത്രത്തിൽ ഇതുവരെ ഒരു ടീമിനും 3 ലോകകപ്പ് നേടാനായിട്ടില്ല. ആ ചരിത്രം ഇന്ത്യ തിരുത്തുകയാണ്. ഒപ്പം തന്നെ കിരീടം നിലനിർത്തുക എന്ന നേട്ടം T20 ലോകകപ്പ് ചരിത്രത്തിൽ ഇന്ത്യക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരിക്കൽ കൂടി ഇന്ത്യ ആ നേട്ടം കൈവരിക്കുന്ന കാഴ്ച കൂടി നമ്മൾ കണ്ടു. ഹരി, ഇപ്പം നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ ടീമിലുള്ള കളിക്കാരെ പറ്റി പറഞ്ഞു. പക്ഷേ ഗൗതം ഗംഭീറിനെ പറ്റി സംസാരിക്കാതെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എനിക്ക് ഓർമ്മയുണ്ട് വാങ്കഡെ സ്റ്റേഡിയത്തിൽ 2010-11 ODI വേൾഡ് കപ്പിന്റെ ഇന്ത്യ മുത്തമിടുന്ന ആ ഒരു ഘട്ടത്തിൽ ആ ടീമിൽ അംഗമായിരുന്നു ഗൗതം ഗംഭീർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പ്രകടനം അന്ന് വളരെ നിർണായകമാവുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരാളാണ് ഇന്ത്യൻ ടീമിന്റെ പിറകിലിരുന്ന് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഘട്ടത്തിലൊരു നിർണായകമായ വൈകാരികമായ നിമിഷം കൂടിയായിരിക്കും. നമ്മൾ നേരത്തെ സ്ക്രീനിങ്ങിൽ കണ്ടതും അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ തന്നെയാണ്. ഒരുപക്ഷെ പല ഘട്ടത്തിലും ഗൗതം ഗംഭീർ പോലും വിമർശനങ്ങൾക്ക് ഇരയാവുകയും ചെയ്തിരുന്നു. അനീഷ, തീർച്ചയായും ഗൗതം ഗംഭീറിനെ കുറിച്ച് നമുക്ക് പറയാതെ പോകാൻ കഴിയില്ല. അദ്ദേഹം നമുക്കറിയാം ഇന്ത്യൻ ടീമിൻ്റെ പരിശീലകനായി എത്തിയതിനു ശേഷം മുതൽ ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നൊരു പരിശീലകനാണ് ഗൗതം ഗംഭീർ. അദ്ദേഹത്തിൻ്റെ പരിശീലന രീതിയെക്കുറിച്ചും അല്ലെങ്കിൽ പല കാര്യങ്ങളെക്കുറിച്ചും ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. ഏകദിനത്തിലാണെങ്കിലും ടെസ്റ്റിലാണെങ്കിലും ഗംഭീറിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീമിന് അത്ര മികച്ചൊരു പ്രകടനം പുറത്തെടുക്കാൻ കഴിയില്ല. പക്ഷേ ഇന്ത്യൻ ടീമിനെ രാഹുൽ ദ്രാവിഡ് കിരീടം നേടി പുറത്തേക്ക് പോയതിനു ശേഷം ഇന്ത്യൻ ടീമിനെ ഈ ഒരു നിലയിലേക്ക്, ഈ ഒരു അഗ്രസീവ് ക്രിക്കറ്റിലേക്ക് ഗൗതം ഗംഭീർ എത്തിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഈ ഗൗതം ഗംഭീറിൻ്റെ കാര്യം നമ്മൾ എടുത്തു പറയുമ്പോൾ സഞ്ജു സാംസന്റെ കാര്യം നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. ഗംഭീറിനെ സഞ്ജുവിന് ഇത്രത്തോളം അവസരം കൊടുത്തൊരു പരിശീലകൻ എന്ന രീതിയിൽ നമ്മൾ ഗംഭീറിനോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. സൂര്യകുമാർ യാദവിനോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. ആ ഒരു ഗംഭീർ സൂര്യകുമാർ യാദവിൻ്റെ കോംബോയിലാണ് സഞ്ജു സാംസൺ ടീമിലെ ഒരു നിത്യസാന്നിധ്യമായി മാറുന്നതും ഇത് ഒരുപാട് അവസരങ്ങൾ ലഭിക്കുന്നതുമൊക്കെ. ഒരുപക്ഷെ ശുഭ്മൻ ഗില്ലിനെ നായകനാക്കാനുള്ള ഒരു തീരുമാനം ഇന്ത്യൻ ടീം എടുക്കുന്നതിന് പിന്നാലെയാണ് സഞ്ജു സാംസണ് തൻ്റെ ഓപ്പണിംഗ് സ്ലോട്ട് നഷ്ടമാവുന്നത്. അങ്ങനെ ഒരു തീരുമാനം, അല്ലെങ്കിൽ ശുഭ്മൻ ഗില്ലിനെ ഇന്ത്യയുടെ എല്ലാ ഫോർമാറ്റിലെയും നായകനാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്ന സമയത്ത് സഞ്ജുവിന് അദ്ദേഹത്തിൻ്റെ ഓപ്പണിംഗ് സ്ലോട്ട് നഷ്ടമാവുന്നു. ഒരുപക്ഷെ അഭിഷേക് അന്ന് മിന്നും ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ അഭിഷേക് ശർമ്മയെ ടീമിൽ നിന്ന് മാറ്റാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു. പക്ഷേ സഞ്ജു ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. സഞ്ജു ഒരു ടീമിന് വേണ്ടി ഏതൊരു റോളിലും കളിക്കാൻ തയ്യാറാണ് എന്ന് നായകനെ അറിയിക്കുന്നു. അങ്ങനെ അദ്ദേഹം ബാറ്റിംഗ് ഓർഡറിൽ താഴേക്ക് ഇറങ്ങി ബാറ്റ് ചെയ്യുന്നു. പക്ഷേ ആ ഒരു നമുക്കറിയാം ഓപ്പണിംഗ് റോളിൽ ഇറങ്ങിയിട്ട് 3 സെഞ്ചുറി നേടിയാണ് സഞ്ജു ആ സമയത്ത് നിൽക്കുന്നത്. എന്നിട്ട് പോലും സഞ്ജുവിൻ്റെ അവസരം അവിടെ നിഷേധിക്കപ്പെടുന്നു. പിന്നീട് സഞ്ജു വീണ്ടും തിരികെ ശുഭ്മൻ ഗില്ല് ഒരുപക്ഷെ ആ അവസരം ലഭിച്ചെങ്കിലും ശുഭ്മൻ ഗില്ലിന് വേണ്ടത്ര പ്രകടനം പുറത്തെടുക്കാൻ കഴിയാതെ വന്നതോടുകൂടി സഞ്ജു സാംസൺ ആ ഒരു റോളിലേക്ക് വീണ്ടും വരുന്നു. അപ്പോൾ വീണ്ടും സഞ്ജുവിനൊരു അവസരം ലഭിക്കുന്നു. അവിടെ സഞ്ജു മിന്നിത്തിളങ്ങുന്നു. പക്ഷേ നമ്മൾ കണ്ടു ന്യൂസിലൻഡിനെതിരായ ഒരു പരമ്പര, ആ പരമ്പരയിൽ സഞ്ജുവിന് വേണ്ടത്ര രീതിയിൽ തിളങ്ങാൻ കഴിഞ്ഞില്ല. വളരെ മോശം പ്രകടനം സഞ്ജുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. വളരെ മോശം രീതിയിൽ സഞ്ജു, എനിക്ക് തോന്നുന്നു ഒരു സീരീസിൽ ഏറ്റവും കുറവ് റൺസ് എടുക്കുന്ന ഒരു താരം എന്നുള്ള ഒരു മോശം റെക്കോർഡൊക്കെ സഞ്ജുവിൻ്റെ ഭാഗത്ത് സ്വന്തമാക്കി. പക്ഷേ അപ്പോഴും സൂര്യകുമാർ യാദവും ഗൗതം ഗംഭീറും സഞ്ജുവിനെ ബാക്കപ്പ് ചെയ്തു. ആ ടൂർണമെൻറ്റ്, ആ പരമ്പരയിൽ എല്ലാ മത്സരങ്ങളിലും അവസരം കൊടുത്തു. പക്ഷേ ആ സമയത്താണ് ഇഷാൻ കിഷൻ ഒരു മിന്നും ഫോമിലേക്ക് ഉയർന്നു വരുന്നത്. ഇഷാൻ നമുക്കറിയാം ഏറെ നാളായി ഇന്ത്യൻ ടീമിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫോമും അല്ലെങ്കിൽ BCCIയുമായുള്ള പല പ്രശ്നങ്ങൾ മൂലം ഇഷാൻ കിഷൻ ടീമിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച ഫോം ഇഷാൻ കിഷൻ തുണയാവുന്നു. അദ്ദേഹം വീണ്ടും തിരിച്ച് ഇന്ത്യൻ ടീമിലേക്ക് എത്തുന്നു. ആ അവസരം അദ്ദേഹം കൃത്യമായി മുതലാക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഇപ്പോൾ ലോക കിരീടത്തിൽ മുത്തമിട്ട് നിൽക്കുമ്പോൾ ഇഷാൻ കിഷൻ്റെ ഈ കഴിഞ്ഞ 2 മാസക്കാലത്തെ പ്രകടനം നമ്മൾ ഉറ്റുനോക്കുമ്പോൾ വളരെ മനോഹരമായി ഇഷാൻ
തനിക്ക് കിട്ടിയ ചുമതല കൃത്യമായി നിർവഹിക്കുന്നു എന്നുള്ളതാണ് ഇഷാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ പ്രകടനത്തെക്കുറിച്ച് നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. ആ ഒരു സമയത്ത് ഇഷാൻ ടീമിലേക്ക് കയറി വരുമ്പോൾ, അല്ലെങ്കിൽ ഇഷാൻ 2 വിക്കറ്റ് കീപ്പർമാർ, ഇഷാൻ കിഷനും സഞ്ജു സാംസണും 2 വിക്കറ്റ് കീപ്പർമാർ വേണ്ട എന്നുള്ളൊരു ധാരണയിൽ ഇഷാൻ കിഷനെ ഓപ്പണിംഗ് റോളിലേക്ക് ഇറക്കുന്നു. അങ്ങനെ അഭിഷേകും ഇഷാനും ഓപ്പണിംഗ് റോളിൽ എത്തുന്നു. അവിടെ സഞ്ജുവിന് അവസരം നഷ്ടമാവുന്നു. ലോകകപ്പ് തുടങ്ങുമ്പോൾ തന്നെ അന്ന് വരെ ഇന്ത്യയുടെ ഓപ്പണിംഗ് റോളിൽ കളിച്ചിരുന്ന സഞ്ജു പിന്നീട് ലോകകപ്പ് തുടങ്ങുമ്പോൾ ആ ടീമിൽ നിന്ന് പുറത്തു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ അഭിഷേക് ശർമ്മ നമ്മൾ കണ്ടു ടൂർണമെൻറ്റിലേക്ക് വന്നതിന് ശേഷം വളരെ മോശം പ്രകടനമാണ് അഭിഷേകിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ ലോക 1-ാം നമ്പർ ബാറ്ററായിട്ടാണ് അഭിഷേക് ടീമിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ അഭിഷേകിനെ മാറ്റി നിർത്താൻ ഒരു നിർവാഹം അവിടെ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അഭിഷേകിനെ ഈ ടൂർണമെൻറ്റിൽ ഉടനീളം ബാക്കപ്പ് ചെയ്യുന്നു. ഇഷാൻ കിഷൻ മിന്നും ഫോമിൽ കളിക്കുന്നു. അങ്ങനെ അഭിഷേകിന് ഒരു ഫിസിക്കലി ഫിറ്റല്ലാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് സഞ്ജു സാംസൺ ടീമിലേക്ക് വരുന്നത്. പക്ഷേ ആ മത്സരത്തിൽ ആദ്യ മത്സരത്തിൽ അദ്ദേഹം ഒരു 8 പന്തിൽ 22 റൺസ് നേടിയ ഒരു ഗംഭീര ഫോമിൻ്റെ ഒരു സൂചന അദ്ദേഹം കാണിച്ചു. പക്ഷേ ഈ അഭിഷേക് ശർമ്മ തിരിച്ചു വന്നപ്പോൾ സ്വാഭാവികമായും സഞ്ജുവിനെ പുറത്തിരിക്കേണ്ടി വന്നു. രോഹിത് ശർമ്മ സ്റ്റേഡിയത്തിലെത്തിയപ്പോൾ സഞ്ജുവിനെ കാണുമ്പോൾ പറയുന്നുണ്ട്, നീ ഒരിക്കലും വിഷമിക്കേണ്ട, നിനക്ക് അവസരം ലഭിക്കും, ആ അവസരത്തിൽ നീ നിന്റെ പെർഫോമൻസ് കാണിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. ആ ഒരു അവസരം സഞ്ജുവിന് പിന്നീട് ലഭിക്കുന്നത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യ തോറ്റതിന് ശേഷമാണ്. ആ ഒരു തോൽവിയോട് നമ്മൾ ഇപ്പം അന്ന് നമുക്ക് വിഷമം തോന്നിയെങ്കിലും ഇന്ന് നമ്മൾ ആ തോൽവിയോട് നന്ദി പറയുകയാണ്. കാരണം ആ തോൽവിയാണ് സഞ്ജു സാംസൺ എന്ന മലയാളികളുടെ സ്വന്തം ചേട്ടനെ ടീമിലേക്ക് എത്തിച്ചത്.